കൂട്ടുകാർക്ക് നമസ്കാരം. പ്രോപ്മേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓലയുടെ ഷോറൂമിലാണ്, ട്രിവാൻഡ്രത്ത് പാപ്പനംകോടുള്ള ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഒരു പാൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു ലോഞ്ച് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു വാഹനം നമ്മൾ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ഡൽഹിയിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഷോറൂംസിലേക്കൊക്കെ വാഹനം വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഇനാഗുറൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, അൺവെയിലിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓലയിൽ നിന്ന് ASM അതുപോലെ RM ഒക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കും ഒരു ഭാഗമായിട്ട് സാധിച്ചു. ഞാനും ഇൻഫ്ലുവൻസറായിട്ടുള്ള ചിപ്പും ഒക്കെ ഇതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഭാഗ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഏറ്റവും പുതിയ റോഡ്സ്റ്റർ സീരീസിനെ കുറിച്ചാണ്. അപ്പം റോഡ്സ്റ്റർ സീരീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈക്ക് സീരീസാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ വളരെ കുറച്ച് ഈ ബൈക്കുകൾ മാത്രമേ EVയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് റിവോൾട്ട് പോലുള്ള ബൈക്കുകൾ. പിന്നെ കുറേ കൊമാക്കിയുടെ കുറേ ബൈക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് മാർക്കറ്റുകളിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് ബൈക്കുകൾ ഒരുപാട് ചർച്ചയായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് നമ്മുടെ ഏറ്റവും പുതിയ ഈ പറഞ്ഞ ഓല റോഡ്സ്റ്റർ സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോഡ്സ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 വേരിയൻസിലായിട്ടാണ് നമുക്ക് ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അത് എക്സും അതുപോലെ X+ഉം 2 സീരീസാണ്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഫീച്ചർ വൈസ് ആയിട്ടുള്ള കുറേ വ്യത്യാസങ്ങളും ഒക്കെ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പം ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ ചാർജിൽ 501 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ചായിട്ട് അവർ പറയുന്നത്. അത് 9 കിലോവാട്ടിൻ്റെ ബാറ്ററിയുള്ള X+ എന്ന് പറയുന്ന ഈ സീരീസിലാണ് വരുന്നത്. ആക്ച്വലി ആ ഒരു വാഹനം ലോഞ്ച് ആയിട്ടില്ല, താമസിയാതെ തന്നെ വരും. അത് ഇവരുടെ തന്നെ പുതിയൊരു ബാറ്ററി ടെക്നോളജിയാണെന്നാണ് പറയുന്നത്, ഭാരത് സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ പ്രൈസിങ് വരുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് X+ലെ സീരീസിലെ തന്നെ 4.5 കിലോവാട്ട് വരുന്ന ഒരു വാഹനമാണ്. ഇത് ഒറ്റ ചാർജിൽ 252 കിലോമീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. 6 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാണ്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബേസ് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് X സീരീസാണ് വരുന്നത്. 2.5 കിലോവാട്ടും 3.5 കിലോവാട്ടും 4.5 കിലോവാട്ടും അങ്ങനെ 3 സീരീസിലേക്കാണ് വരുന്നത്. നമുക്കിതിൻ്റെ അതായത് ഏറ്റവും 2.5 വരുന്ന സമയത്ത് ഒറ്റ ചാർജിൽ 140 കിലോമീറ്ററൊക്കെയാണ് അവർ റേഞ്ച് പറയുന്നത്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പല പ്രൈസിങ് ബഡ്ജറ്റിലും ഈ വാഹനം അവർ ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന് പ്രത്യേകത. ഇനി ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡിസൈനിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയുന്ന സമയത്ത് വാഹനം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. ഈ പറയുന്ന ഇലക്ട്രിക് ബൈക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു എയറോഡൈനാമിക് ഡിസൈൻസ് ആണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അത്രയും ഒരു എയറോഡൈനാമിക് ഡിസൈനിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേക്കകത്ത് അത്യാവശ്യം കുറേ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇതൊരു കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്തൊരു കീ അവൈലബിൾ ആണ്. സാധാരണ നമുക്ക് സ്കൂട്ടേഴ്സിലൊക്കെ വരുമ്പോൾ ഡിജിറ്റലായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കീയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. 2 നോർമൽ മിറേഴ്സ് വാഹനത്തിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാനായിട്ട് പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ റിവേഴ്സ് മോഡുണ്ട്. അതായത് നമുക്ക് വാഹനം നമുക്ക് പുറകോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് മോഡുണ്ട്. അതുപോലെ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ ഉള്ള ഒരു യാത്രയൊക്കെ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് 3 മോഡുകളുണ്ട്. എക്കോ, സ്പോർട്ട്, നോർമൽ എന്ന് പറഞ്ഞാൽ 3 മോഡുകൾ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആക്സലറേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന വാഹനം എന്ന് പറയാൻ 2.9 സെക്കൻഡ് കൊണ്ട് 40 കിലോമീറ്റർ ഹിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ടോപ്പ് സ്പീഡ് 125 അപ്പോൾ ഓരോ ബാറ്ററിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു റേഞ്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഹെഡ് ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലൈറ്റ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള LED ലാംപ്സ് തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ടയേഴ്സ് അത്യാവശ്യം വലിയ ടയേഴ്സാണ്. 18 ഇഞ്ച് പ്രൊഫൈലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ്, ബാക്കിൽ ഡ്രം ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ സസ്പെൻഷൻ, നമുക്ക് ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സിംഗിൾ ABSും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫുട് പെഗുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാറ്ററി വരുന്ന ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്താണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോട്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. മോട്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് X+ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പീക്ക് പവർ വോൾട്ട് എന്ന് പറഞ്ഞാൽ 11 കിലോവാട്ടിൻ്റെ മോട്ടറാണ് ഇരിക്കുന്നത്. മറ്റേ തൊട്ട് താഴെയുള്ള ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 7 കിലോവാട്ടാണ് വരുന്നത്. മിഡ് മൗണ്ട് ആയിട്ട് വരുന്ന ഒരു മോട്ടറാണ്. ഇതിനകത്ത് ബെൽറ്റ് ഡ്രൈവ് അല്ല, ഈ വാഹനത്തിനകത്ത് ചെയിൻ ഡ്രൈവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ്ങർ ആയിട്ട് വരുന്നൊരു ബോഡിയാണ്. വാഹനം വളരെ റിജിഡാണ്. ഡബിൾ ക്രാഡിലാണ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സസ്പെൻഷൻ നമുക്ക് 2 നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഒരു സാരി ഗാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ്. സീറ്റുകളെ കുറിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സീറ്റുകൾ തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മഡ് ഗാർഡ് ഏരിയ നമുക്കിവിടെ കാണാം. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് പറഞ്ഞിരുന്നു 99,000 മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 1,00,000 രൂപ താഴെ മുതൽ നമുക്ക് 1,30,000 രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 1,52 വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വാറൻറ്റിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം 50,000 കിലോമീറ്ററാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആദ്യം മേടിക്കുന്ന 5,000 പേർക്ക് കുറച്ചധികം പേർക്സും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ഫ്രീ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. OSൻ്റെ അപ്ഗ്രേഡുകളും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്കൊരു വാറൻറ്റി കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഓല പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ വാഹനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ ലുക്കുകൾ കൊണ്ടും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. പല പ്രൈസിങ്ങിലുള്ളത് കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പല ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹിറ്റ് ആകാനുള്ളൊരു ചാൻസസ് ഞാൻ പൊതുവേ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുവാൻ എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബൻ ഷോ.